സമൂഹത്തിൽ വളരെയധികം കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് പ്രമേഹം. ശരീരത്തിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവും രക്തത്തിലെ ഹോർമോണായ ഇൻസുലിന്റെ അളവും സന്തുലിതമാകാത്ത ഒരവസ്ഥയാണ് പ്രമേഹം. ഈ രോഗാവസ്ഥയിൽ രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വളരെ കൂടുന്നു. പ്രമേഹം 3 തരമുണ്ട്. ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, ഗർഭാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം. ശരീരത്തിൽ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാത്ത അവസ്ഥയാണ് ടൈപ്പ് 1 പ്രമേഹം. ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കാതെ ഇരിക്കുക അല്ലെങ്കിൽ അത് ശരിയായ ഇൻസുലിൻ ഉപയോഗിക്കാതെ വരിക ചെയ്യുന്നതാണ് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹമാണ് ഏറ്റവും സാധാരണയായി കാണുന്നത്. 90% പ്രമേഹ രോഗികളിലും കാണപ്പെടുന്നത് ടൈപ്പ് 2 പ്രമേഹമാണ്. എന്താണ് ടൈപ്പ് 2 പ്രമേഹം? രക്തത്തിലെ പഞ്ചസാര എന്ന് വിളിക്കപ്പെടുന്ന ഗ്ലൂക്കോസ് വളരെ കൂടുതലായിരിക്കുന്ന ഒരവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം. ടൈപ്പ് 2 പ്രമേഹമുള്ള ചില ആളുകളിൽ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുകയും അതുമൂലം ശരീരത്തിൽ ഇൻസുലിൻ കുറയുകയും രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഉണ്ടാവുകയും ചെയ്യും. ഈ സ്ഥിതിവിശേഷത്തെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് വിളിക്കാം. രക്തത്തിലെ ഗ്ലൂക്കോസ് ആണ് നമ്മുടെ പ്രധാന ഊർജ്ജ സ്രോതസ്. ഇത് പ്രധാനമായും നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. പാൻക്രിയാസ് നിർമ്മിച്ച ഈ ഇൻസുലിൻ നമ്മുടെ സെല്ലുകളിൽ ഊർജത്തിനായി ഉപയോഗിക്കുന്നു. എന്നാൽ ടൈപ്പ് 2 പ്രമേഹത്തിൽ നമ്മുടെ ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ ഉപയോഗിക്കുന്നില്ല. അങ്ങനെ വളരെയധികം ഗ്ലൂക്കോസ് രക്തത്തിൽ തുടരും. അത് കോശങ്ങളിൽ എത്തുന്നുമില്ല. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ കാരണങ്ങൾ. ടൈപ്പ് 2 പ്രമേഹത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നു. അമിതവണ്ണവും അമിതഭാരവും, വ്യായാമമില്ലായ്മ, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നിവയൊക്കെ ഇതിന്റെ കാരണങ്ങളാണ്. ലക്ഷണങ്ങൾ: വർദ്ധിച്ചു വരുന്ന ദാഹവും യൂറിനേഷനും, വിശപ്പ് വർദ്ധിക്കുന്നു, ക്ഷീണം തോന്നുന്നു, കാഴ്ച മങ്ങുന്നു, കൈകാലുകളിലെ മരവിപ്പ്, ആവർത്തിച്ചു വരുന്ന ത്വക്ക് രോഗങ്ങൾ, വ്രണങ്ങൾ സുഖപ്പെടാതിരിക്കുക, ശരീരഭാരം അപ്രതീക്ഷിതമായി കുറയുന്നു. ഈ ലക്ഷണങ്ങളെല്ലാം തന്നെ പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും ഭാഗികമായി കാണപ്പെടുന്നതാണ്. ടൈപ്പ് 2 പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ കാലക്രമേണയാണ് പ്രത്യക്ഷമാകുന്നത്. ചെറിയ ചെറിയ ലക്ഷണങ്ങളെ ആദ്യമേ കാണപ്പെടുകയുള്ളൂ. അവ പലതും നമ്മൾ അവഗണിക്കുകയാണ് ചെയ്യുന്നത്. ചിലരിൽ ലക്ഷണങ്ങൾ പോലും കാണിച്ചില്ലെന്ന് വരാം. ചിലരിൽ പ്രമേഹമുണ്ടെന്ന് തിരിച്ചറിയാൻ കാലതാമസം വരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അവർ അത് മനസ്സിലാക്കുന്നത്. ഉദാഹരണമായി കാഴ്ചശക്തിക്കുറവ്, ഹൃദ്രോഗം പോലെയുള്ള പ്രമേഹ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് വരെ ചിലർക്ക് രോഗമുണ്ടെന്ന് കണ്ടെത്തുവാനാവില്ല. ടൈപ്പ് 2 പ്രമേഹം വരുവാനുള്ള സാധ്യത ആർക്കെല്ലാമാണ്? ഏത് പ്രായത്തിലും ടൈപ്പ് 2 പ്രമേഹം വരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാകാം കൊച്ചുകുട്ടികളിലെ പ്രമേഹം. അത് ടൈപ്പ് 2 പ്രമേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം പോലുള്ള ചില ആരോഗ്യ പ്രശ്നങ്ങളും ടൈപ്പ് 2 പ്രമേഹത്തിന്റെ സാധ്യതയെ ബാധിക്കുന്നു. നിങ്ങൾക്ക് പ്രീ ഡയബറ്റിക്സ് ഉണ്ടെങ്കിലോ ഗർഭിണിയായിരിക്കുമ്പോൾ ഗർഭകാല പ്രമേഹം ഉണ്ടെങ്കിലോ ടൈപ്പ് 2 പ്രമേഹം വരുവാനുള്ള സാധ്യത കൂടുതലാണ്. ടൈപ്പ് 2 പ്രമേഹം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ. 1. ഹൃദയാഘാതം. പ്രമേഹബാധിതരിൽ 2% പേരും ഹൃദ്രോഗികളായിട്ടാണ് മരിക്കുന്നത്. ദീർഘകാലം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ഉയർന്നു നിൽക്കുന്നത് രക്തധമനികളെ തകരാറിലാക്കും. ഇത് രക്തം കട്ടപിടിക്കുവാനുള്ള സാധ്യത ഉയർത്തും. ഹൃദയാഘാതം വരാനുള്ള സാധ്യത ഉയരുന്നു. രക്തധമനിക്ക് നാശമുണ്ടാക്കുന്നതിനാൽ പക്ഷാഘാതം വരുവാനുള്ള സാധ്യതയും കൂടുതലാണ്. 2. വൃക്കരോഗങ്ങൾ. പ്രമേഹ രോഗികളിൽ വിട്ടുമാറാനാവാത്ത വൃക്കരോഗങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. വൃക്കയുടെ പ്രവർത്തനം തകരാറിലാകാനുള്ള പ്രധാന കാരണം പ്രമേഹമാണ്. പ്രമേഹം നിയന്ത്രിക്കുന്നതിലൂടെ വൃക്ക തകരാറിലാകുവാനുള്ള സാധ്യത കുറയ്ക്കാൻ സാധിക്കും. വൃക്ക തകരാറുകൾക്കുള്ള സാധ്യത കുറയ്ക്കുവാൻ മരുന്നും നിർദ്ദേശിക്കാറുണ്ട്. കണ്ണുകൾ. ദീർഘകാലമായി രക്തത്തിൽ പഞ്ചസാരയുടെ കൂടിയ അളവ്
കണ്ണുകൾക്ക് തകരാറ് സംഭവിക്കുവാനുള്ള സാധ്യത കൂട്ടുന്നു. കണ്ണിലെ റെറ്റിനയ്ക്കുള്ളിലെ നേർത്ത രക്തധമനികൾക്ക് നാശം സംഭവിക്കുന്നതാണ് ഇതിനു കാരണം. പുതിയ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ 20 മുതൽ 74 വയസ്സ് വരെയുള്ളവരിലെ പുതിയ അന്ധതയ്ക്ക് പ്രധാന കാരണം ഡയബറ്റിക്സ് റെറ്റിനോപ്പതിയാണ്. കാലുകൾ. പ്രമേഹ രോഗികൾ കാലുകൾ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഏറെയാണ്. പ്രമേഹം മൂലം നാഡികൾക്കുണ്ടാകുന്ന തകരാറ് കാലുകളിൽ ഉണ്ടാകുന്ന ക്ഷതങ്ങളെ കഠിനമാക്കും. പ്രമേഹം മൂലം രക്തധമനികൾക്ക് നാശം സംഭവിക്കുന്നതിലൂടെ കാലുകളിലെ രക്തയോട്ടം കുറവ് വരുന്നു. പ്രമേഹമുള്ളവരിൽ കാലുകളിൽ ഉണ്ടാകുന്ന വ്രണങ്ങൾ പഴുക്കുകയും ഉണങ്ങാൻ കാലതാമസം വരികയും ചെയ്യും. രോഗം മൂർച്ഛിച്ചാൽ ചിലപ്പോൾ കാലുകൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടാകാറുണ്ട്. നാഡികൾ. നാഡികളിൽ തരിപ്പ്, മരവിപ്പ്, സൂചി കൊണ്ട് കുത്തുന്ന വേദന എന്നിവയെല്ലാം പ്രമേഹ ന്യൂറോപ്പതിയുടെ ലക്ഷണങ്ങളാണ്. പ്രമേഹം മൂലം നാഡികളിൽ സംഭവിക്കുന്ന തകരാറാണ് കാലുകൾ, കൈകൾ, വിരലുകൾ, കാൽവിരലുകൾ എന്നിവയിലെല്ലാം ഇത് അനുഭവപ്പെടാം. ടൈപ്പ് 2 പ്രമേഹം എങ്ങനെ നിയന്ത്രിക്കാം? ഒന്നാമതായി, ആരോഗ്യകരമായ ഭക്ഷണക്രമത്തിലൂടെ. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയാണെങ്കിൽ പ്രമേഹം കൊണ്ടുള്ള അപകട സാധ്യത ഒരു പരിധിവരെ കുറയ്ക്കുവാൻ കഴിയും. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ആഹാരക്രമത്തിൽ മാറ്റങ്ങൾ വരുത്തുക. കൊഴുപ്പും പ്രോട്ടീനും അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൊളസ്ട്രോൾ നിയന്ത്രിക്കുക, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുക, ദുശീലങ്ങൾ ഉപേക്ഷിക്കുക, രക്തസമ്മർദ്ദം കുറയ്ക്കുക. പ്രമേഹമുള്ളവരെ രക്തസമ്മർദ്ദം കൂടുതൽ പ്രശ്നത്തിലാക്കും. അതുമൂലം രക്തസമ്മർദ്ദം മാത്രമല്ല, രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവും ഉയരുന്നു. സമ്മർദ്ദം അഥവാ സ്ട്രെസ് കുറയ്ക്കുന്നതിനായി ബ്രീത്ത് എക്സസൈസ്, യോഗ, ലിസണിംഗ് ടു സ്മൂത്തനിങ് മ്യൂസിക് എന്നിവ പോലുള്ള ആരോഗ്യകരമായ മാർഗങ്ങൾ സ്വീകരിക്കുക. ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കഴിക്കുക. വ്യായാമം കൊണ്ട്, ഭക്ഷണക്രമം കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത പ്രമേഹമുള്ളവരോട് മരുന്നുകൾ കഴിക്കുവാൻ നിർദ്ദേശിക്കാറുണ്ട്. പലതരം മരുന്നുകൾ ലഭ്യമാകും. ചിലത് ഇൻസുലിൻ ഉൽപാദനം ഉയർത്തും, മറ്റു ചിലത് ഇൻസുലിന്റെ ഉപയോഗം വർദ്ധിപ്പിക്കും. ഇൻസുലിൻ എടുക്കുക. ടൈപ്പ് 2 പ്രമേഹമുള്ളവർ ഇൻസുലിൻ എടുക്കാറുണ്ട്. ഗുളികകൾ കഴിക്കുന്നതിനോടൊപ്പമാകും ഇത് ചെയ്യുക. ഇൻസുലിൻ ഉൽപ്പാദിക്കപ്പെടുന്നില്ലെങ്കിൽ ഇൻസുലിൻ ചികിത്സ ആവശ്യമാണ്. ചികിത്സാ രീതികൾ പറയുകയാണെങ്കിൽ, രക്തപരിശോധനയിലൂടെ നമുക്ക് ടൈപ്പ് 2 പ്രമേഹം തിരിച്ചറിയാം. എന്നാൽ 3 മാസത്തിലൊരിക്കൽ HbA1c ടെസ്റ്റ് നടത്തുന്നതിലൂടെ രക്തത്തിലെ പ്രമേഹത്തിന്റെ അളവ് മനസ്സിലാക്കാൻ സാധിക്കും. ചിട്ടയായ ആഹാരക്രമവും ആരോഗ്യകരമായ ജീവിത രീതിയിലൂടെയും ടൈപ്പ് 2 പ്രമേഹം ഒരു പരിധിവരെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാം. പേരയ്ക്ക, മാതളം, തണ്ണിമത്തൻ, അതുപോലെ തന്നെ ഗോതമ്പ്, മുതിര, യവം, ഉള്ളി, വെളുത്തുള്ളി, ചെറുപയർ, തക്കാളി, നവരയരി, കരിങ്ങാലി വെള്ളം, നെല്ലിക്ക തുടങ്ങിയവയും ധാരാളമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ഉപകാരപ്രദമായ ഇൻഫോർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നന്ദി.